നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അഗത്യച്ചീര നമുക്ക് നട്ടാലോ? നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഒരു പച്ചക്കറി ഇനമായ അഗത്യച്ചീര കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ ഈ ഇലയായാലും പൂവായാലും ഏറ്റവും ഗുണപ്രദമാണ് നമ്മുടെ ശരീരത്തിലെ ചൂടകറ്റാൻ വേണ്ടി ഈ അഗത്യച്ചീര ഏറ്റവും നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഭൂമിക്ക് ഒരു കുടയുമായി ഈ അഗത്യച്ചീര നട്ടാൽ അത് നമ്മളെങ്ങനെ നട്ടുന്നതെന്ന് നോക്കെന്ന് പറഞ്ഞാൽ, ആദ്യമായി നടേണ്ട പ്രദേശം കണ്ടിട്ട് അവിടുന്ന് ഒരു കുഴിയെടുക്കുക. ഏകദേശം 2 അടി താഴ്ചയും 2 അടി വീതിയിലും കുഴിയെടുത്തിട്ട് കുമ്മായ ഇട്ടിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് 15 ദിവസം ഇട്ടേക്കുക. നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് ട്രീറ്റ് ചെയ്തിട്ട് 15 ദിവസത്തിന് ശേഷം മാത്രം ഈ അഗത്യച്ചീര വേപ്പിൻ പിണ്ണാക്കും ചാരവും ചാണകവും കോഴി വേസ്റ്റും ഒക്കെ, കോഴിക്കാഷ്ടം ഉൾപ്പെടെ കുതിർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇത് അഗത്യച്ചീര വെച്ച് കവറിളക്കി നടുക. ഈ ചുറ്റുപാടുമുള്ള പച്ചില ഇലകളിലൊക്കെ അതിൻ്റെ കൂടെ പറിച്ചിട്ടാൽ നല്ല രീതിയിൽ വളരുവാൻ അതിന് സഹായിക്കും. കാരണം ഈ പച്ചിലയിൽ ധാരാളം നൈട്രജൻ കമ്പോണൻറ്റുകളുണ്ട്. കൂടാതെ വേപ്പിൻ പിണ്ണാക്ക് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ജൈവ കീടനാശിനി ഉൾപ്പെടെ അതിന് നൈട്രജൻ കൂടുതൽ കിട്ടുകയും ചെയ്യും. വേരുകൾക്ക് അനാവശ്യമായി വളരുകയും വേരുകൾക്ക് മറ്റ് കീടനാശിനിയിൽ നിന്നും ഒരു സംരക്ഷണം കിട്ടുകയും ചെയ്യും വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കൂടാതെ അടുക്കളയിലുള്ള വേസ്റ്റുകൾ, പഴത്തൊലിയായാലും ഉള്ളിത്തൊലികളായാലും മറ്റും പുളിപ്പിച്ച കഞ്ഞവെള്ളമായാലും ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അഗത്യച്ചീരയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ എങ്കിൽ ആ ഗുണങ്ങളെല്ലാം ഈ മണ്ണിലും ഉണ്ടായിരിക്കണം. ഞാൻ നട്ടത് ഇവിടെ ഒരു നാടൻ അഗത്യച്ചീരയാണ്. അതിനുശേഷം നല്ലതുപോലെ മണ്ണടിപ്പിച്ചിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ അത് വളരുകയും ഒരു സമയം കഴിയുമ്പോൾ അത് പൂക്കുകയും ചെയ്യും. അതിൻ്റെ പൂവെടുത്ത് നമുക്ക് തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യാം. ചില ആൾക്കാർ ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാറുണ്ട്. ഈ അഗത്യച്ചീര നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ വേണം നടുവാൻ. കാര്യം അതിൻ്റെ ഇലകളിലൂടെ അതിന് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് നല്ല രീതിയിൽ വളരുവാൻ അതിന് സഹായിക്കും. അല്ലെങ്കിൽ വേറെ പല കുഴപ്പങ്ങളുണ്ടാകും. നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ ഈ വീഡിയോ. ഒരു വീട്ടിൽ കുറഞ്ഞത് ഒരു അഗത്യച്ചീരയെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഗ്രോ ബാഗിലും ടെറസിൻ്റെ മണ്ടയ്ക്കാനും അഗത്യച്ചീര വെച്ച് പിടിപ്പിക്കാനുള്ള ഹൈബ്രിഡ് അഗത്യച്ചീരകൾ കിട്ടും വിപണിയിൽ. വീഡിയോ ഇത്രയും ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്